ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, MBBS പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം നൽകുന്നു. ലെറ്റ്സ് കാച്ച് അപ്പ്, സ്പോൺസർഡ് ബൈ GMAS Global Edu Hub, #Study Abroad with GMAS. ഇന്ന് ലെറ്റ്സ് കാച്ച് അപ്പിൽ നമ്മളോടൊത്തുള്ളത് മുഹമ്മദ് റിസ്വാൻ ആണ്. ഹായ് മുഹമ്മദ് റിസ്വാൻ. റിസ്വാന് MBBS പഠനവുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം സംശയങ്ങളുണ്ട്. സോ നമുക്ക് ആ സംശയങ്ങളിലേക്ക് കിടക്കാം. MBBS ലക്ഷ്യം വെക്കുന്ന ഒരു വിദ്യാർത്ഥിക്കുള്ള ആദ്യ കടമ്പ എന്താണ്? ആദ്യ കടമ്പ തീർച്ചയായിട്ടും നീറ്റ് എക്സാം ആണ് ആദ്യത്തെ കടമ്പയായിട്ട് വരിക. പല കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് വരുന്നുണ്ട്, വിച്ച് മീൻസ് ഏർലി ആയിട്ട് 8ാം ക്ലാസ് മുതൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് +2 മുതൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമുക്കറിയാം റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ കാറ്റഗറീസ് എല്ലാം ഒരുമിച്ച് എത്തുന്നതാണ് നീറ്റ് എക്സാം എന്നുള്ളത്. അപ്പൊ ഞാൻ പറയും ഫസ്റ്റ് കടമ്പ എന്നുള്ളത് ഈ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നതാണ്. നീറ്റ് എക്സാം എഴുതി പ്രതീക്ഷിച്ച റാങ്ക് ഒന്നും വന്നില്ല, എന്നാൽ ഈ നീറ്റ് റിപ്പീറ്റ് ചെയ്യുക എന്നല്ലാതെ മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? വേറെ ഓപ്ഷൻ ഉണ്ട്. ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം, കാരണം നമുക്കറിയാം നീറ്റ് ഹോൾഡർ ആവണം. ഞാൻ നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ പറഞ്ഞു തരാം. എന്താന്ന് വെച്ചാല് ഇപ്പൊ റീസെന്റ് ആയിട്ട് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പേരൻസിനൊന്നും അവെയർ അല്ലാത്തൊരു കാര്യമാണ് വിദേശ പഠനം എന്നത്, വിദേശ MBBS പഠനം എന്നത്. മിക്ക കൺട്രീസിലും വിദേശത്ത് MBBSന് എന്താണ് നീറ്റ് ക്വാളിഫൈ ആയാൽ മതി. വിദേശ പഠന സാധ്യതയെ കുറിച്ച് പറഞ്ഞുവല്ലോ. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കൺട്രി ഏതാണ്? നമുക്ക് കൺട്രീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് ലൈക്ക് ജർമ്മൻ, അതുപോലെ തന്നെ ജോർജിയ. ഇപ്പൊ നമ്മൾ ജോർജിയയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ്, കേരള സ്റ്റുഡൻസ് പോകുന്ന ഒരു കൺട്രിയാണ് ജോർജിയ. യൂണിവേഴ്സിറ്റിയിലേക്ക് ബത്തുമി, അതുപോലെ തന്നെ ടിബ്ലിസി പോലത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് കേരള സ്റ്റുഡൻസ് ഒട്ടനേകം വരാറുണ്ട്. ഇനിയിപ്പോ നമുക്ക് അത് വേണ്ട, നമുക്ക് വേറൊരു യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിലും ഏഷ്യനിലേക്ക് കിടക്കാം. ഏഷ്യയിലേക്ക് വന്നിട്ട് കിർഗിസ്ഥാനിൽ കിർഗിസ് യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യയിലെ അതുപോലെ തന്നെ മാംഗ്ലൂരുള്ള ഏനപ്പോയ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കിർഗിസ് യൂണിവേഴ്സിറ്റിയും കൂടെ കൊളാബ് ചെയ്തിട്ടാണ് അവിടുത്തെ സ്റ്റഡി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. വിദേശ പഠനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നാം MBBS പഠിക്കുകയാണെങ്കിൽ 80 ലക്ഷം മുതൽ 1 കോടി 1.25 കോടിയോളം രൂപ ചിലവ് വരുമെന്നതാണ്. പക്ഷെ നമ്മൾ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുന്ന സമയത്ത് അതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ചിലവ് വരുമോ? അത് നമ്മൾ ഇവിടെ ഇപ്പൊ വിചാരിച്ചു വെച്ചിരിക്കുന്നതിന്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ്. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ജോർജിയ, ഞാൻ പറഞ്ഞല്ലോ ജോർജിയയിൽ ഒരു യൂണിവേഴ്സിറ്റി വരുന്നത്, ഒരുപാട് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കിർഗിസ്ഥാനിൽ യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. ജോർജിയയിൽ വെച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 50 to 60 റേഞ്ചിന്റെ ഉള്ളിലാണ് അവിടെ ട്യൂഷൻ ഫീസ് വരുന്നത്. ഇനി ഞാൻ കിർഗിസ്ഥാനിലേക്ക് വരുവാണെങ്കിൽ, കിർഗിസ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഏകദേശം 30 to 40 ആ ഒരു റേഞ്ചിലാണ് ട്യൂഷൻ ഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ ഉള്ളവർക്ക് പകുതി പേർക്കും അറിയത്തില്ല. ബിക്കോസ് ഓഫ് ദി ലാക്ക് ഓഫ് നോളജ് ആണ് ഒത്തിരി പൈസ ആവും എന്നുള്ളൊരു ഇത് വരുന്നത്. ഈ പറഞ്ഞ പോലെ കുറഞ്ഞ ചെലവിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവുമോ? മാത്രമല്ല നമ്മൾ നാട്ടിലൊക്കെ വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് നാട്ടിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റുമോ? പൊതുവെ ആൾക്കാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നതാണ്, മീൻസ് പൈസ കുറവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ക്വാളിറ്റി കുറയും എന്നൊക്കെ. പക്ഷെ അതൊക്കെ ഒന്നുമില്ല. കാരണം നമ്മൾ ഇന്ത്യയിൽ പഠിക്കുന്നതും അതുപോലെ തന്നെ അബ്രോഡ് വിദേശത്ത് പഠിക്കുന്നതും തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. സെയിം സർട്ടിഫിക്കേഷൻ വാല്യൂയും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ചോദിച്ചു പുറത്തേക്ക് മീൻസ് ഇന്ത്യയിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ. നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ പുറത്ത് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മളൊരു എക്സാം എഴുതേണ്ടി വരും. FMG എന്നാണ് എക്സാമിന്റെ പേര്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ ഇന്ത്യയിൽ പഠിച്ച് നമ്മൾ പുറത്തോട്ട് പോവുകയാണെങ്കിലും നമുക്ക് ഡാറ്റ ഫ്ലോ ഇൻഫോർമെട്രിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഇതിൽ വരുന്നതെന്ന് വെച്ചാല് ജസ്റ്റ് ഇതൊരു റൂളാണ് ഓരോ കൺട്രിയുടെയും. അതിന്റെ അപ്പുറത്തോട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. നമ്മൾ വിദേശത്ത് പോയി പഠിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? നമ്മൾ യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ NMC അതുപോലെ തന്നെ WHO സർട്ടിഫൈഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള പിന്നെ യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന സബ്ജക്ട്സ് വൈസ് ആണെങ്കിൽ നമ്മൾ അത് 2 ഫോളോ ചെയ്യുന്നത് നോക്കിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ആ ഒരു രീതി നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ മാം, നമ്മൾ ഈ വിദേശത്തൊക്കെ പോയി പഠിക്കുക എന്നുള്ളത് ഒരു സേഫ് ആയിട്ടുള്ള കാര്യമാണോ? അതിന്റെ കാര്യത്തിലൊന്നും വെറീഡ് ആവേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം എന്ന് വെച്ചാല് അവിടുത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നിട്ട് നല്ല സ്ട്രിക്റ്റ് ആണ്. അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുമാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് റൂൾസ് വയലേറ്റ് ചെയ്യാനോ അല്ലാതെ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമുക്ക് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഓക്കെ, ഇത്രയൊക്കെ മനസ്സിലായി മാം. എന്നാലും നമ്മളൊക്കെ പൊതുവെ ഉണ്ടാകുന്ന ഒരു സംശയമാണല്ലോ മാം, നമ്മളിപ്പം വിദേശത്ത് പഠിക്കുക. ഞാൻ പൊതുവെ അന്വേഷിച്ച സമയത്ത് കേൾക്കാൻ സാധിച്ചത് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ 75,000 മുതൽ 1 lakh വരെയൊക്കെ നമുക്ക് സാലറി ലഭിക്കും എന്നുള്ളതാണ്. ഇതിന് പുറമെ നമ്മൾ വിദേശത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ സാലറിയിൽ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നു. സാലറിയുടെ തീർച്ചയായും ഇവിടെ ഒരു ഏകദേശം 75,000 ടു ആ റേഞ്ചിലാണ് സാലറി വരുന്നതെങ്കിൽ നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഞാൻ കണക്കാക്കിയെടുത്തോളം പറയുകയാണെങ്കിൽ ഒരു 1.25 ലക്ഷം ടു 2.25 ലക്ഷം ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഫ്രഷേഴ്സിനൊക്കെ ആയിട്ട് സാലറി വീഴുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എന്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ പഠിച്ച് പിന്നെ ജോലിക്ക് കയറുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് കടമ്പകൾ കാര്യങ്ങളൊക്കെ എക്സാംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും നമ്മൾ അവിടെ പഠിച്ച് അവിടെ തന്നെ ജോലിക്ക് കയറുക എന്നത്. 6 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലേ ഡോക്ടർ സർട്ടിഫിക്കറ്റ് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു കേട്ടറിവുണ്ട്. വെറും 6 വർഷം പഠിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ചില ചൈന പോലത്തെ കൺട്രീസിൽ പിന്നെ 6 വർഷത്തിലും കുറവ് MBBS കോഴ്സസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ മെയിൻലി സജസ്റ്റ് ചെയ്യുന്നത് 6 വർഷത്തെ കോഴ്സ് തന്നെയാണ്. നമുക്ക് NMC രജിസ്റ്റേർഡും അതുപോലെ തന്നെ WHO രജിസ്റ്റേർഡും ആയിട്ടുള്ള സബ്ജക്ട്സ് എല്ലാം സെയിം വരുന്ന 6 years ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. പൊതുവെ നമ്മൾ മലയാളികൾക്കുള്ളൊരു സംശയമാണല്ലോ, നമ്മൾ വിദേശത്ത് പോയി പഠിക്കുകയാണെങ്കിൽ അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ പൊതുവെ ജോർജിയ അല്ലെങ്കിൽ കിർഗിസ്ഥാൻ പോലത്തെ കൺട്രീസിൽ വന്നിട്ട് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ ഇന്ത്യൻ ഹോസ്റ്റലാണ്. അതിലുപരി എന്താണ് സൗത്ത് ഇന്ത്യൻ ഫുഡും ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ചുള്ള ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ വിദേശത്തൊക്കെ പോയി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റം വരുമോ? തീർച്ചയായിട്ടും മാറ്റം വരും. മറുവശം നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വലിയാണ്, ഡിഫറൻസ് ആണ് ഇരിക്കുന്നത്. നമ്മൾ അവിടെ ചെന്ന് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ലാംഗ്വേജിന്റെ കാര്യത്തിലായാലും പേഴ്സണാലിറ്റിയുടെ കാര്യത്തിലായാലും ഒക്കെ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ പല ആൾക്കാരെയാണ് കാണുന്നത്, അതിനനുസരിച്ച് നമ്മളിൽ തന്നെ മാറ്റം ഉണ്ടാവും. വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാല് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ ഡെയിലി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് 1 of the top ആയിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷനിൽ ആയാലും പേഴ്സണലി ആയാലും നമുക്ക് 1 of the best തന്നെയായിരിക്കും നമ്മൾ അവിടെ പഠിച്ചാൽ നമുക്ക് കിട്ടുക. നമ്മുടെ ലൈഫ് സ്കാച്ചപ്പ് വന്ന ഈ സെക്ഷൻ നമ്മളിപ്പോ വൈൻഡപ്പ് ചെയ്യാണ്. റിസ്വാന്റെ ഞാൻ നിങ്ങൾ ഓരോരുത്തരുമായിട്ടാണ് കണ്ടത്. റിസ്വാന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ ആൻസേഴ്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും MBBSുമായി ബന്ധപ്പെടുന്ന ഒരുപാട് പിന്നെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയക്കാം. ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇനിയിപ്പം ഞങ്ങൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് PSC നേഴ്സിംഗുമായി റിലേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് PSC നേഴ്സിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഞാൻ അതുമായി റിലേറ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യനും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.